ചൊവ്വയിലേക്ക് കൊണ്ടുപോയ റോവർ ഇവിടെയാണ് ആദ്യമായി ടെസ്റ്റ് ചെയ്തത്. ഇതാണ് കംചട്കയുടെ പ്രത്യേകത. ചൊവ്വാഗ്രഹത്തിലെ പോലുള്ള ഒരു മണ്ണാണ് ഇവിടത്തേത്, മുഴുവൻ ആഷ് നിറഞ്ഞ മണ്ണ്. എപ്പിസോഡ് 2 വോൾക്കാനിക് ടൂർ. ഒരു 3 ദിവസത്തെ ട്രക്കിംഗ് ആണ്. സിറ്റിക്ക് പുറത്ത് യൂസ് ചെയ്യുന്ന പല വണ്ടികളും ഇതുപോലെ ആൾട്ടർ ചെയ്ത വണ്ടികളാണ്. ഇത് പരച്ചുങ്ക റിവറാണ്. വിലിച്ചൻസ്കി വോൾക്കാനോ ആണ്, ബട്ട് ആക്റ്റീവ് അല്ല. അവിടെ നിന്നാണ് ഈ പുഴ തുടങ്ങുന്നത്. വിൻ്റർ ടൈമിൽ ഈ കാണുന്ന മലയൊക്കെ മഞ്ഞിൽ മൂടും. അതിന് മേലെ കൂടെ ചിലർ സ്നോ ബൈക്കിങ് ചെയ്യാറുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു വ്യൂ പോയിന്റിൽ നിർത്തി. ഇത് ഒരു സെൻറ്റർ പോലെയാണ്. ഇവിടെ ചുറ്റും നമുക്ക് മറ്റുള്ള വോൾക്കാനോസ് റേഞ്ച് എല്ലാം കാണാൻ പറ്റും. ഈ കാണുന്ന 3 തടിക്കഷ്ണങ്ങൾ കണ്ടോ, ഇതിനെയാണ് ഗമൂൾസ് എന്ന് പറയുന്നത്. ഇത് റഷ്യയിലെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കെട്ടുകഥയാണ്. ഇത് 3 രാക്ഷസന്മാരാണെന്നും ഇവർ ഈ വോൾക്കനകത്താണ് ജീവിക്കുന്നതെന്നാണ് ഇവിടുത്തെ പണ്ടത്തെ ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. ഈ വണ്ടിയുടെ ഡ്രൈവറും ഞങ്ങളുടെ ഗൈഡുമായിട്ടുള്ള അർജിയോമാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. അർജിയോം ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ കംചട്കയിൽ. അദ്ദേഹം ഇപ്പോൾ ഡ്രൈവറും ഇവിടുത്തെ ഗൈഡുമായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇനിയുള്ള 3 ദിവസം ഞങ്ങൾ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ഇതിന് ചുറ്റ് മറ്റു വീടുകളോ ഒന്നുമില്ല. ഇതൊരു ടെമ്പററി ആയിട്ടുള്ള വീടാണെങ്കിലും ഇവർ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ സെറ്റിൽഡ് ആണ്. ഗുഡ് ഈവനിങ്. അടിപൊളി വീടുകളുണ്ട്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹട്ടാണ്. റൂം എൻ്റെ ടോപ്പിലാണ്. താഴെ എല്ലാവരും ഓക്യുപ്പൈഡ് ആയി. പിന്നെ ഷൂ ഇടാൻ പറ്റില്ല, ചെരുപ്പാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങളുടെ ആദ്യത്തെ വോൾക്കാനോ ട്രക്കിംഗ് ആയ ഗൊറിയേലി വോൾക്കാനോ കാണാൻ പോവുകയാണ്. സ്റ്റാർട്ടിങ് ഓഫ് ട്രെയിലാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുള്ളൂ ലോഡ് വണ്ടികൾ. ഈ കാണുന്നതെല്ലാം ആഷസ് ആണ്. അതായത് വോൾക്കാനിക് ഇറപ്ഷന് ശേഷം വരുന്ന ചാരം ഇവിടെ മഞ്ഞിൽ മൂടി ഇതുപോലെ വലിയ വലിയ കല്ലുകൾ പോലെയായി മാറുന്നു. ഇത് സമ്മർ ടൈമാണ്. ഈ സമ്മർ ടൈമിലും ഇവിടെ കുറച്ച് ഐസ് കാണാൻ സാധിക്കും. പക്ഷേ വിൻ്റർ ടൈമിൽ അല്ലെങ്കിൽ മഞ്ഞ് വീഴ്ചയുള്ള സമയങ്ങളിൽ ഇവിടെ ഐസ് ക്ലൈമ്പിംഗ് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യണം. അതായത് ക്രാംബോൺസ്, ഐസ് ആക്സ് എല്ലാം യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ടോപ്പിലെത്തി. ഇതാണ് ഗൊറിയേലി വോൾക്കാനോ. ഏകദേശം 1 മണിക്കൂർ എടുത്തു ഇത് കയറാൻ. ഇതാണ് ഗൊറിയേലി വോൾക്കാനോ. 1986 ഇത് അവസാനമായി വോൾക്കാനിക് ഇറപ്ഷൻ നടന്നത്. കർണാടകയിലെ കുമാരപർവ്വതൻ്റെ അതേ എലിവേഷനാണ് ഇവിടെയുള്ളത്. ഏകദേശം 1700 മീറ്ററാണ് ഇതിൻ്റെ എലിവേഷൻ. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, പല ലെയറുകൾ പോലെ തോന്നും ഈ വോൾക്കാനിനകത്ത്. ഇതിന് കാരണം ചൂടാണ്. ഈ വോൾക്കാനിൻ്റെ ചൂട് കാരണം ഓരോ ലെയറും ഓരോ കളറ് ആയിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. താഴെ വെള്ളം നിൽക്കുന്നത് കണ്ടോ, ഇത് ആക്ച്വലി വെള്ളം തന്നെയാണ്. ഇവിടെ മഴ പെയ്തും മഞ്ഞൊക്കെ ഉരുകിയും ഉണ്ടായ വെള്ളമാണ്. പക്ഷേ ഈ വെള്ളത്തിന് സൾഫർ കണ്ടൻറ്റ് കൂടുതലാണ്. 2010 മുതൽ ഈ വോൾക്കാനോ ആക്റ്റീവായി തുടങ്ങി. ഇതിൽ നിന്ന് ഫ്യൂംസ് പുറത്തു വരുന്നുണ്ട്. സോ ഇതാണ് കംചട്കയിലെ ഗൊറിയേലി വോൾക്കാനോ. അന്നത്തെ രാത്രി അതിമനോഹരമായിരുന്നു. പാട്ടും ഡ്രിങ്ക്സുമായിട്ട് ഒരു രാത്രി. അടുത്ത ദിവസം ഞങ്ങൾ ബുട്നോസ്കി വോൾക്കാനോ ട്രക്ക് ചെയ്ത് കയറാൻ പോവുകയാണ്. ഇവിടുത്തെ മണ്ണ് കണ്ടോ, കറുപ്പ് കളറിൽ. ഇത് ആക്ച്വലി ആഷാണ്. അതായത് വോൾക്കാനോ പൊട്ടിത്തെറിച്ചുണ്ടായ ആഷാണ് ഈ കാണുന്ന കറുപ്പ് കളറുള്ള മണ്ണ്. ആഷാണ്, കംപ്ലീറ്റ് ആഷ്. They come away, and the harder, the bigger, and more solid they stay. It becomes solid. Like a sand. Okay. Like a sand. ഇത് ഇങ്ങനെ കിടന്നു വരുന്ന ഒരുപാട് കഴിഞ്ഞാൽ അത് സ്റ്റോണിനേക്കാളും ഭയങ്കര ഹാർഡായിട്ട് വരും, ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരും. ആഷാണ്, കംപ്ലീറ്റഡ് ആഷാണ്.
നമ്മളെ നാട്ടിലെ അണ്ണനില്ലേ, അതിൻ്റെ അതേ വർഗത്തിൽപ്പെടുന്ന മറ്റൊരു അനിമലാണ് മർമോട്ട്. മുട്നോസ്കി വോൾക്കാനോ കാണാൻ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ജീവി കൂടിയാണ് മർമോട്ട്. കംചട്കയിലെ ഏകദേശം 4 മാസം മാത്രമാണ് സൂര്യ വെളിച്ചമുള്ളത്. ബാക്കി 8 മാസവും വിൻ്ററാണ്, അതായത് മഞ്ഞ് മൂടി കിടക്കും. ഈ 8 മാസവും ഈ മർമോട്ടുകൾ മണ്ണിനടിയിൽ ഉറങ്ങാൻ പോകും, അതായത് ഹൈബർനേഷൻ പോകും. അത് കഴിഞ്ഞിട്ടാണ് ഇവർ പുറത്ത് വരിക. അതുകൊണ്ട് ഈ 4 മാസം അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും. മുട്നോവ്സ്കിയുടെ താഴെ നിൽക്കുന്നത് കാണാൻ പറ്റും ഫ്യൂമ്. അതിൻ്റെ മുകളിലോട്ട് കയറിപ്പോയിട്ട് അത് കാണാൻ പറ്റും. ഇത് കണ്ട റെഡ് കളറിൽ കണ്ട ഇത് ഓക്സിഡേഷൻ നടന്നതാണ്. ഇതൊക്കെ അയൺ കണ്ടന്റ് ഉണ്ട് ഇതിനകത്തൊക്കെ. ഇതൊക്കെ അയൺ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഓക്സിഡൈസ് ആയിരിക്കും. സ്ലാഗ്. മുട്നോസ്കിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഗ്ലേഷ്യറാണ്. ഈ വോൾക്കാനോ ക്രേറ്ററിൽ തന്നെ കുറച്ച് മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ റിസർച്ച് ചെയ്യാൻ വന്ന ഒരു റിസർച്ചർ ഇവിടുത്തെ മഡ് പോട്ടിൽ വീണ് മരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ കാണാൻ വന്ന വിസിറ്റേഴ്സ് ഈ ക്രേറ്ററിലോട്ട് ഇറങ്ങി അവിടെ ഈ അഗ്നിമർദ്ദ സ്ഫോടനം നടന്ന് മരിച്ചിട്ടുണ്ട്. ഇയർ 2000 മുമ്പ് ഏകദേശം 10 എറപ്ഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇപ്പോഴും ഈ വോൾക്കാനോ ആക്റ്റീവ് ആണ്. ഈ ക്രേറ്ററിൻ്റെ ചുറ്റും നടക്കുന്നത് കുറച്ച് അപകടമായ പരിപാടിയാണ്. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും ഇതിനകത്തോട്ട് സ്ലിപ്പായി താഴോട്ട് വീഴാം. ഇപ്പോൾ ഇവിടെ റോപ്പൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒന്ന് കരുതലോടെ നടക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ടൈം ലാപ്സ് കണ്ടാൽ മനസ്സിലാവും ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഫ്യൂമ് മേലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വെതർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഡാർക്കാവും, പെട്ടെന്ന് മഴ പെയ്യും. ആ കാണുന്നത് ആക്ച്വലി അതിനകത്തോട്ട് പോകാനുള്ള വഴിയായിരുന്നു. ഇവിടെ ഒരു അവലാഞ്ച് സംഭവിച്ചു 2023. അതിനുശേഷം ആ വഴി ക്ലോസായി. മുട്നോവ്സ്കിയുടെ ക്രേറ്റർ. ബട്ട് ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് ആൾക്കാർ നിൽക്കുന്നത് അവിടെ. അത് ഭയങ്കര അപകടമാണ്. കാരണം ഈ 2 വോളും ഈ വോളും താഴത്തോട്ട് വീഴാൻ എപ്പോഴെങ്കിലും വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് അപകടമാണ്. ബട്ട് സം പീപ്പിൾ വിൽ ഗോ. ഈ വോൾക്കാനോയുടെ മേലെ നോക്കിയാൽ നമുക്ക് മറ്റു വോൾക്കാനോസ് കാണാൻ സാധിക്കും. ഒരു വോൾക്കാനോയുടെ പുറകെ മറ്റൊരു വോൾക്കാനോ, അങ്ങനെ നിരന്ന് നിൽക്കുന്ന കുറേ വോൾക്കാനോസ് നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് കാണാം. കംചട്കയിലെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വലിയ ജിയോ തെർമൽ പ്ലാന്റ് ഈ വോൾക്കാനോയുടെ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്.